സത്യം പറയാലോ, ഇത് ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് അടിപൊളിയാവും എന്നുള്ളത്. ഞാൻ ആക്ച്വലി ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഇത് ഉണ്ടാക്കാം എന്നുള്ളതിലെത്തിയത്. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. ഇങ്ങനെ ഞാൻ ഓൾറെഡി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ബേക്കിങ്ങിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഞാൻ കവായി സ്റ്റിക്കേഴ്സും ബാക്കിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ പേപ്പർ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ, അതായത് എണ്ണ ഇതാക്കിയിട്ടുള്ള പേപ്പർ, അതാണ് ആക്ച്വലി സ്റ്റിക്കി നോട്ടായി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സയൻസൊക്കെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ സുവോളജിക്ക് ഞാനൊക്കെ കഷ്ടപ്പെട്ടിരുന്നാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഐഡിയ എനിക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി ഇങ്ങനെ സ്കെച്ച് ചെയ്യുമായിരുന്നു. അന്ന് ഞാനൊരു ബുക്ക് വെച്ച് അതിൻ്റെ മുകളിലൊരു ബുക്ക് വെച്ച് അത് കട്ടിക്ക് വരച്ച് എന്നിട്ട് വീണ്ടും വരച്ച് അപ്പം എൻ്റെ 2 ബുക്കും ആക്ച്വലി നാശാവത്തേ ഉള്ളൂ. ഇതൊരു നല്ല ഐഡിയ ആയിരുന്നു, പക്ഷേ ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അടുത്തെന്തെങ്കിലും വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം.